ഹലോ, 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നയൂസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ പ്ലാറ്റു വെയർ ദി എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Estimated that this almost triangular shaped physiographic unit occupying major share of the peninsular India is at an average altitude of 600 to 900 meters above mean sea level. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗം എങ്ങനെയുണ്ടെന്നാണ് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ കാണുന്നു എന്നാണ് പറഞ്ഞത്. ഇതിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രികോണ ആകൃതി പോലെ ആണെന്ന് പറയുന്നു. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ആ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും. It is estimated that this almost triangular shaped physiographic unit occupying major share of the peninsular India is at an average altitude of 600 to 900 meters above mean sea level. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമമായ ഈ ഭൂപ്രഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കപ്പെടുന്നു. This unique physical division in terms of physical diversities such as extensive tablelands with bordering mountain ranges and hills, comparatively shallow river valleys and diverse flora and fauna is known as peninsular plateau. വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നു. പെനിൻസുലർ പ്ലാറ്റ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ടായിട്ടോ അല്ലെങ്കിൽ പെനിൻസുലർ പ്ലാറ്റ്യൂൻ്റെ ഡെഫിനിഷനായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ്, ദ നെയിം ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഈസ് ഡിവിഷൻ ഹോൾഡ് ദ മേജർ ഷെയർ ഓഫ് ദ പെനിൻസുലർ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. The Peninsular Plateau is one of the oldest landform in the world. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. Let's have a detailed overview of the largest physical division of India. ഇന്ത്യയിലെ ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് കൂടുതൽ പഠിക്കാം. Relatively flat and very extensive landform situated at a comparatively higher elevation from the surrounding. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. വാട്ട് ഈസ് എ പ്ലാറ്റ്യൂ? എന്താണ് പീഠഭൂമി? ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. There are 3 types of plateaus based on their location. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവായി 3ആയി തരംതിരിക്കാം. ഒന്നാമത്തെ ഇന്റർമോണ്ടൈൻ പ്ലാറ്റ്യൂസ്, പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. 2 പീഡ്മോണ്ട് പ്ലാറ്റ്യൂസ്, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ. 3ാമത്തെ കോണ്ടിനെൻ്റൽ പ്ലാറ്റ്യൂസ്, വൻകര പീഠഭൂമികൾ. The Peninsular Plateau lies south of the North Indian Plain, bordered by the Western Ghats in the west and Eastern Ghats in the east. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അതിരുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ്, this landform extending over 16 square kilometer in area can be generally classified into 2 based on its location. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തിരിക്കാം. ഒന്ന് ദ ഡെക്കാൻ പ്ലാറ്റ്യൂസ്, ഡെക്കാൻ പീഠഭൂമി. രണ്ടാമത്തേത് ദ സെൻട്രൽ ഹൈലാൻഡ്, മധ്യോന്നത തടാകം. ഇത് അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡെക്കാൻ പ്ലാറ്റ്യൂ. Deccan Plateaus is the extensive plateau to the south of the Satpura Ranges between the Western Ghats and the Eastern Ghats. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാലമായ പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ് ആൻഡ് the Mahadeo Hills from the northern boundary of the Deccan Plateau.
സത്പുര പർവ്വതം, മൈക്കില നദി, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകളാണ്. The term Deccan has been derived from the Sanskrit word Dakshin meaning the south. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് വന്നത്. The Deccan Plateau is made up of crystalline rocks like basalt, granite, gneiss formed by the lava flows millions of years ago. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നോർത്ത് വെസ്റ്റേൺ part of the Deccan Plateau is composed of the lava rocks called basalt. This region is called as Deccan Trap. The black soil formed by the weathering of basalt rocks is the peculiarity of this region. This soil is known as rugged soil. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. ഇത് റിഗർ മണ്ണെന്നും അറിയപ്പെടുന്നു. Being highly fertile and with more water retaining capacity, it protects the agricultural crops even in summer. This soil is also called as black cotton soil as it is very useful for the cotton cultivation. Minerals like lime, iron, magnesium and aluminum are characteristic of rugged soil. ഫലഭൂഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനൽക്കാലത്തും കാർഷിക വിളകൾക്ക് സംരക്ഷണമാകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ ഈ മണ്ണിനെ പരുത്തി മണ്ണെന്നും അറിയപ്പെടുന്നു. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇന്നിവിടെ വരെ പഠിക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.